പൾസ് കേരള അക്കാദമിയും സുൽത്താൻ ബത്തേരി നഗരസഭയും ബത്തേരി പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിച്ച 8ാമത് പ്രൊഫഷണൽ നാടക മത്സരം സമാപിച്ചു. അവസാന ദിനമായ ഇന്നലെ അമ്പലപ്പുഴ സാരഥിയുടെ 2 ദിവസം എന്ന നാടകം നിറഞ്ഞ സദസ്സിന് മുമ്പിൽ അരങ്ങേറി. സുൽത്താൻ ബത്തേരി നഗരസഭാ ഓഡിറ്റോറിയത്തിൽ നടന്ന നാടകോത്സവം ജനപങ്കാളിത്തം കൊണ്ട് വലിയ വിജയമായി മാറി. ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സാങ്കല്പിക കഥാപാത്രങ്ങളുടെ കൂട്ടുപിടിച്ച് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ആലപ്പുഴ സാരഥിയുടെ 2 ദിവസം എന്ന നാടകം. അച്യുതൻ്റെയും അമ്മിണിയുടെയും മകൻ അശോകൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒട്ടും യുക്തിബോധമില്ല എന്നത് സത്യമാണ്. പക്ഷേ ഒരിക്കലും നടക്കാത്ത ചില ഇഷ്ടങ്ങൾ അശോകനെ പോലെ മിക്കവർക്കും ജീവിതത്തിൽ ആഗ്രഹിക്കാറുണ്ട്. അത്തരമൊരു കഥയാണ് അമ്പലപ്പുഴ സാരഥിയുടെ 2 ദിവസം എന്ന നാടകത്തിന് ആധാരം. അച്ഛനായും അമ്മയായും വേഷമിട്ടവർ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ നേർക്കാഴ്ചയായി ചിരിച്ചും ചിന്തിപ്പിച്ചും ഇടയ്ക്ക് കണ്ണീരണിയിപ്പിച്ചും സദസ്സിനെ പിടിച്ചിരുത്തി. ഡിസംബർ 4 മുതൽ സുൽത്താൻ ബത്തേരി നഗരസഭാ ഹാളിൽ അരങ്ങേറിയ 8ാമത് പ്രൊഫഷണൽ നാടക മത്സരത്തിന് ഈ നാടകത്തോടെ തിരശ്ശീല വീണു. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ 10 നാടക സമിതികളാണ് ഇത്തവണ പൾസ് കേരള അക്കാദമി നാടക മത്സരത്തിൽ പങ്കെടുത്തത്. മികച്ച നാടകം, 2ാമത്തെ നാടകം, ജനപ്രിയ നാടകം, മികച്ച നടി, നടൻ തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങളാണ് വരാനിരിക്കുന്നത്. ഇത് പിന്നീട് പ്രഖ്യാപിക്കും. അവസാന ദിനത്തിലെ നാടകത്തിന് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി ജോണി പാറ്റാനി, ലയൺസ് ക്ലബ്ബ് പ്രതിനിധി രജീഷ്, നഗരസഭാ കൗൺസിലർ പ്രമോദ് പാളാക്കര, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അബു താഹിർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. നിറഞ്ഞ സദസ്സിലാണ് 10ാം ദിനത്തിലെ നാടകവും അരങ്ങേറിയത്. മലനാട് ന്യൂസ്, ബത്തേരി.